ചുറ്റും പരന്നു കിടക്കുന്നത് അറബിക്കടൽ. കണ്ണെത്താ ദൂരത്തോളം വെള്ളം മാത്രം. ഇന്ന് ഇവിടെ ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ഹോട്ടലുകളിലൊന്നായ ബുർജൽ അറബ് തലയുയർത്തി നിൽക്കുന്നു. പക്ഷേ ഒരിക്കൽ ഇവിടെ ഒരു കെട്ടിടം പോലുമില്ലായിരുന്നു. ഭൂമി പോലും ഉണ്ടായിരുന്നില്ല. ഒരു പാറയോ ഒരു ചെറിയ ദ്വീപോ ഒരു തരി മണ്ണു പോലുമില്ല. തിരമാലകൾ മാത്രം. എന്നിട്ടും ഇന്ന് ഇവിടെ 321 മീറ്റർ ഉയരത്തിൽ ലോകത്തെ വിസ്മയിപ്പിച്ച ഒരു നിർമ്മിതി ഉയർന്നു നിൽക്കുന്നു. അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയാമോ? ഈ ഹോട്ടൽ ഒരു സ്വാഭാവിക ദ്വീപിലല്ല നിർമ്മിച്ചിരിക്കുന്നത്. മനുഷ്യർ കടലിനുള്ളിൽ ഉണ്ടാക്കിയ ഒരു കൃത്രിമ ദ്വീപിന് മുകളിലാണ് ഇത് നിർമ്മിച്ചത്. അതെ, കടലിൽ നിന്ന് ഭൂമി സൃഷ്ടിച്ചാണ് ഈ അത്ഭുതം പണിതത്. 1994 ഈ സ്ഥലം പൂർണ്ണമായും തുറന്ന കടലായിരുന്നു. ഇന്ന് കാണുന്ന പാലമില്ല, ദ്വീപില്ല, ഹോട്ടലില്ല, ഒന്നുമില്ല. എന്നാൽ ദുബായിയുടെ ഭരണാധികാരിയായിരുന്ന ഷെയ്ഖ് മുഹമ്മദ് ഒരു സ്വപ്നം കണ്ടു. ലോകം ദുബായ് എന്ന പേര് കേൾക്കുന്നതിന് മുമ്പ് ദുബായെ ഓർമ്മിപ്പിക്കുന്ന ഒരു കെട്ടിടം ലോകത്തിനു മുന്നിൽ ഉയരണം. ഒരു നഗരത്തിന്റെ പ്രതീകമാകുന്ന മറ്റെവിടെയും കാണാനാകാത്ത ഒരു നിർമ്മിതി. ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ 1993 പ്രശസ്ത ആർക്കിടെക്ട് ടോം റൈറ്റ് ഒരു ഡിസൈൻ തയ്യാറാക്കി. അറബ് നാവികരുടെ പരമ്പരാഗത ധൗ എന്ന പായ്ക്കപ്പലിന്റെ പായയിൽ നിന്നായിരുന്നു അദ്ദേഹത്തിന് പ്രചോദനം ലഭിച്ചത്. അതുകൊണ്ടാണ് ഈ കെട്ടിടത്തിന് കാറ്റിൽ വിരിഞ്ഞ ഒരു വലിയ പായയുടെ രൂപം ലഭിച്ചത്. ഈ മഹത്തായ പദ്ധതിയുടെ രൂപകൽപ്പന നിർവഹിച്ചത് ആറ്റ്കിൻസ് എന്ന എഞ്ചിനീയറിംഗ് സ്ഥാപനമാണ്. നിർമ്മാണ ചുമതല ഏറ്റെടുത്തത് മറേ ആൻഡ് റോബർട്ട്സും ആൽ ഹബ്തൂർ എഞ്ചിനീയറിംഗും ചേർന്നായിരുന്നു. ഏകദേശം 2000 തൊഴിലാളികൾ, 5 വർഷത്തെ അധ്വാനം, ഏകദേശം $1 ബില്യൺ ചെലവ്. പക്ഷേ ഇത്ര വലിയ ഒരു കെട്ടിടം നിർമ്മിക്കുന്നതിന് മുമ്പ് അവർക്ക് ആദ്യം നിർമ്മിക്കേണ്ടി വന്നത് ഭൂമിയായിരുന്നു. കാരണം അവിടെ ഭൂമി ഉണ്ടായിരുന്നില്ല, കടൽ മാത്രം. ആദ്യം അവർ തിരഞ്ഞെടുത്തത് ദുബായ് തീരത്ത് നിന്ന് ഏകദേശം 280 മീറ്റർ അകലെയുള്ള ഒരു സ്ഥലം. 1994 ജൂലൈ 8 കടലിൽ ചില ബോയികൾ സ്ഥാപിച്ച് കൃത്യമായ സ്ഥാനം അടയാളപ്പെടുത്തി. അതായിരുന്നു ഭാവിയിൽ ലോകപ്രശസ്തമായ ബുർജൽ അറബ് ഉയരാൻ പോകുന്ന സ്ഥലം. അടുത്തതായി ഒരു വലിയ പൈൽ ഡ്രൈവിംഗ് ബർജ് അവിടെ നങ്കൂരമിട്ടു. ഭീമൻ ഹൈഡ്രോളിക് ഹാമറുകൾ തയ്യാറായി. ഇപ്പോൾ നിർമ്മാണത്തിന്റെ ആദ്യഘട്ടം ആരംഭിക്കുകയായിരുന്നു. കടലിന്റെ അടിത്തട്ടിലേക്ക് ആദ്യത്തെ കോൺക്രീറ്റ് പൈൽ ഇറക്കി. ഓരോ പൈലിനും ഏകദേശം 40 മീറ്റർ നീളവും 1.5 മീറ്റർ വ്യാസവും ഉണ്ടായിരുന്നു. ഇങ്ങനെ ആകെ 230 കോൺക്രീറ്റ് പൈലുകൾ കടലിന്റെ അടിത്തട്ടിലേക്ക് സ്ഥാപിക്കേണ്ടതായിരുന്നു. ഓരോ തവണയും ഹൈഡ്രോളിക് ഹാമർ ശക്തമായി പ്രഹരിക്കുമ്പോൾ ആ പൈൽ മണലിലൂടെ, ചെളിയിലൂടെ കൂടുതൽ ആഴത്തിലേക്ക് ഇറങ്ങിക്കൊണ്ടിരുന്നു. സാധാരണയായി ഇത്തരം വലിയ കെട്ടിടങ്ങളുടെ അടിത്തറ പാറയിൽ ഉറപ്പിക്കാറാണ് പതിവ്. പക്ഷേ ഇവിടെ അതൊരു അസാധ്യമായ കാര്യമായിരുന്നു. കാരണം ഈ സ്ഥലത്ത് ഉറച്ച പാറയുടെ പവാളി ഏകദേശം 180 മീറ്ററിലധികം താഴെയായിരുന്നു. 40 മീറ്റർ നീളമുള്ള പൈലുകൾക്ക് അവിടെ എത്താൻ കഴിയില്ല. അതുകൊണ്ട് എഞ്ചിനീയർമാർ മറ്റൊരു സാങ്കേതിക വിദ്യ തിരഞ്ഞെടുത്തു. ഫ്രിക്ഷൻ പൈൽസ്. അതായത് പാറയിൽ താങ്ങി നിൽക്കാതെ ചുറ്റുമുള്ള മണലുമായി ഉണ്ടാകുന്ന ഘർഷണബലം ഉപയോഗിച്ചാണ് ഈ പൈലുകൾ മുഴുവൻ കെട്ടിടത്തെയും താങ്ങി നിർത്താൻ തീരുമാനിച്ചത്. ഓരോ പൈലും ചുറ്റുമുള്ള മണലിനെ ശക്തമായി പിടിച്ചു നിന്നു. അങ്ങനെ കടലിനടിയിൽ പതിയെ ഒരു കോൺക്രീറ്റ് കാട് പോലെ 230 പൈലുകൾ ഉയർന്നു വന്നു. അപ്പോഴും മുകളിൽ നിന്ന് നോക്കിയാൽ ദ്വീപ് കാണാനില്ല, ഭൂമിയില്ല. പക്ഷേ ഭാവിയിലെ ലോകപ്രശസ്ത ഹോട്ടലിന്റെ അസ്ഥികൂടം കടലിന്റെ അടലിന്റെ അടിത്തട്ടിൽ രൂപം കൊണ്ടു കഴിഞ്ഞിരുന്നു. ഇത് ലോകത്തിലെ ഏറ്റവും അസാധാരണമായ നിർമ്മാണയാത്രയുടെ തുടക്കം മാത്രമായിരുന്നു. 230 കോൺക്രീറ്റ് പൈലുകളും കടലിന്റെ അടിത്തട്ടിൽ ഉറപ്പിച്ചു കഴിഞ്ഞു. പക്ഷേ ഇപ്പോഴും ഒരു വലിയ പ്രശ്നം ബാക്കിയായിരുന്നു. കെട്ടിടം നിൽക്കേണ്ട ഭൂമി ഇപ്പോഴും ഉണ്ടായിരുന്നില്ല. പൈലുകൾ മാത്രമുണ്ടായാൽ ഒരു ഹോട്ടൽ പണിയാൻ കഴിയില്ല. ആദ്യം കടലിനെ പിന്നോട്ടു തള്ളണം. അതിന് എഞ്ചിനീയർമാർ ഒരു വമ്പൻ പദ്ധതി ആരംഭിച്ചു. പൈലുകളെ ചുറ്റിപ്പറ്റി ഭീമൻ സ്റ്റീൽ ഷീറ്റ് പൈലുകൾ സ്ഥാപിച്ചു. ഇവ ഒരു താൽക്കാലിക മതില് പോലെ പ്രവർത്തിച്ചു. പുറത്തുള്ള കടൽവെള്ളം അകത്തേക്ക് കയറാതിരിക്കാനായിരുന്നു അതിന്റെ ലക്ഷ്യം. ഇപ്പോൾ ആ മതിലിനുള്ളിൽ ഒരു ദ്വീപ് സൃഷ്ടിക്കാനുള്ള ജോലി ആരംഭിച്ചു. വമ്പൻ പമ്പുകളിലൂടെ മണലും വെള്ളവും ചേർന്ന മിശ്രിതം കടലിന്റെ അടിത്തട്ടിലേക്ക് തുടർച്ചയായി പമ്പ് ചെയ്തു.
പതിയെ ആ മിശ്രിതം സ്റ്റീൽ മതിലുകൾക്കുള്ളിൽ നിറയാൻ തുടങ്ങി. ഓരോ മണിക്കൂറിലും എഞ്ചിനീയർമാർ മണലിന്റെ ഉയരം കൃത്യമായി അളന്നു. കാരണം വളരെ വേഗത്തിൽ നിറച്ചാൽ സ്റ്റീൽ മതിലുകൾ വളയുകയോ തകരുകയോ ചെയ്യും. വളരെ പതുക്കെയായാൽ മുഴുവൻ നിർമ്മാണ ഷെഡ്യൂളും വൈകും. ആഴ്ചകളോളം ഈ ജോലി തുടർന്നു. പതിയെ മണൽ അടിഞ്ഞുറച്ചു. വെള്ളം പുറത്തേക്ക് ഒഴുകിപ്പോയി. അങ്ങനെ ഒരിക്കൽ കടൽ മാത്രമായിരുന്ന സ്ഥലത്ത് ആദ്യമായി ഭൂമിപദ്യമായി ഭൂമി പ്രത്യക്ഷപ്പെട്ടു. ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ. 3 മാസം മുമ്പ് വരെ ഇവിടെ ആഴമുള്ള കടലായിരുന്നു. ഇപ്പോൾ അതേ സ്ഥലത്ത് മനുഷ്യൻ സൃഷ്ടിച്ച ഭൂമി. പക്ഷേ ഈ ഭൂമിക്ക് മറ്റൊരു പ്രശ്നമുണ്ടായിരുന്നു. പുതുതായി നിറച്ച മണൽ വളരെ അയഞ്ഞതായിരുന്നു. അത്രയും ഭാരമുള്ള ഒരു കെട്ടിടത്തെ താങ്ങാൻ അതിന് കഴിയില്ല. അതുകൊണ്ട് എഞ്ചിനീയർമാർ വൈബ്രോ കമ്പാക്ഷൻ എന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചു. ഭീമൻ കമ്പനം സൃഷ്ടിക്കുന്ന യന്ത്രങ്ങൾ മണലിനുള്ളിലേക്ക് ഇറക്കി. ശക്തമായ വൈബ്രേഷൻ ഉപയോഗിച്ച് മണൽത്തരികളെ കൂടുതൽ അടുപ്പിച്ചു. മണലിന്റെ സാന്ദ്രത വർദ്ധിച്ചു. ഭൂമി കൂടുതൽ ശക്തമായി. ഇപ്പോൾ ദ്വീപ് രൂപം കൊണ്ടു. പക്ഷേ അറബിക്കടൽ ഇപ്പോഴും അതിനെ വെല്ലുവിളിക്കുകയായിരുന്നു. ഓരോ ദിവസവും വൻ തിരമാലകൾ ഈ കൃത്രിമ ദ്വീപിൽ ഇടിച്ചുകയറാൻ ശ്രമിച്ചു. അതുകൊണ്ട് ദ്വീപിന്റെ ചുറ്റുമായി വലിയ പാറക്കല്ലുകൾ നിരത്തി. എന്നാൽ എഞ്ചിനീയർമാർ അതിലും മുന്നോട്ട് ചിന്തിച്ചു. ഗൾഫ് മേഖലയിലെ നിർമ്മാണ ചരിത്രത്തിൽ ആദ്യമായി കോൺക്രീറ്റ് ഹണിഗോംബ് ആർമർ ബ്ലോക്കുകൾ ഉപയോഗിച്ചു. ഇവ സാധാരണ കോൺക്രീറ്റ് കട്ടകളല്ല. ഇവയുടെ പ്രത്യേക ആകൃതി തിരമാലകളുടെ ശക്തി നേരിട്ട് തടയില്ല. പകരം തിരമാലയുടെ ഊർജം അതിനുള്ളിലൂടെ കടന്നുപോകുമ്പോൾ അത് പല ഭാഗങ്ങളായി ചിതറിപ്പോകും. അതിലൂടെ ദ്വീപിൽ പതിക്കുന്ന ആഘാതം ഗണ്യമായി കുറയും. അതാണ് ഈ ദ്വീപിനെ പതിറ്റാണ്ടുകളോളം സംരക്ഷിക്കുന്ന രഹസ്യം. അവസാനം കടലിന് നടുവിൽ 7.5 മീറ്റർ ഉയരത്തിൽ ഒരു കൃത്രിമ ദ്വീപ് പൂർണ്ണമായി രൂപം കൊണ്ടു. 100 വർഷത്തിലൊരിക്കൽ വരുന്ന അതിശക്തമായ കൊടുങ്കാറ്റുകളെ പോലും നേരിടാൻ കഴിയുന്ന രീതിയിലാണ് അത് നിർമ്മിച്ചത്. ഭൂമിക്കടിയിൽ ഡ്രെയിനേജ് പൈപ്പുകളും സ്ഥാപിച്ചു. മഴവെള്ളവും ഭൂഗർഭജലവും നിയന്ത്രിതമായി പുറത്തേക്ക് ഒഴുകിപ്പോകാൻ 3 വർഷത്തെ നിരന്തരമായ അധ്വാനത്തിനൊടുവിൽ മനുഷ്യൻ കടലിൽ ഒരു പുതിയ ഭൂമി സൃഷ്ടിച്ചു. പക്ഷേ യഥാർത്ഥ നിർമ്മാണം ഇപ്പോഴാണ് ആരംഭിക്കുന്നത്. കാരണം ഇനി ഈ ദ്വീപിന്റെ മുകളിൽ 70,000 ടൺ ഭാരമുള്ള കോൺക്രീറ്റ് അടിത്തറ നിർമ്മിക്കാനാണ് പോകുന്നത്. അതായിരിക്കും ഭാവിയിൽ 321 മീറ്റർ ഉയരത്തിൽ നിൽക്കുന്ന ബുർജൽ അറബിന്റെ ജീവൻ. 3 വർഷത്തെ അധ്വാനത്തിനൊടുവിൽ കടലിന് നടുവിൽ ഒരു കൃത്രിമ ദ്വീപ് തയ്യാറായി. പക്ഷേ ഈ ദ്വീപിന് മുകളിൽ നേരിട്ട് 321 മീറ്റർ ഉയരമുള്ള ഒരു കെട്ടിടം പണിയാൻ കഴിയില്ല. ആദ്യം എല്ലാ ഭാരവും ഒരുപോലെ താങ്ങി നിർത്തുന്ന ഒരു ഭീമൻ റാഫ്റ്റ്, ഒരു ബ്രാഫ്റ്റ് ഫൗണ്ടേഷൻ നിർമ്മിക്കണം. അതിനായി കടലിനടിയിൽ സ്ഥാപിച്ചിരുന്ന 230 കോൺക്രീറ്റ് പൈലുകളുടെ മുകൾ ഭാഗം കൃത്യമായ ഉയരത്തിൽ മുറിച്ചു നിരത്തി. ഒരു പൈലിന്റെ ഉയരത്തിൽ പോലും ചെറിയ വ്യത്യാസമുണ്ടായാൽ ഭാവിയിൽ കെട്ടിടത്തിന്റെ ഭാരം തുല്യമായി വിതരണം ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ഓരോ പൈലും വെറും 5 മില്ലിമീറ്ററിനുള്ളിലെ കൃത്യതയിൽ ഒരേ ഉയരത്തിൽ ക്രമീകരിച്ചു. അതിനുശേഷം മുഴുവൻ സ്ഥലത്തും ഒരു നേർത്ത കോൺക്രീറ്റ് പാളി ഒടിച്ചു. ഇത് സാധാരണ കോൺക്രീറ്റ് അല്ല. അടുത്ത ഘട്ടങ്ങളിലെ എല്ലാ ജോലികൾക്കും കൃത്യമായ സമതലമായി പ്രവർത്തിക്കുന്ന അടിസ്ഥാന പാളിയായിരുന്നു അത്. അതിനു മുകളിൽ ഒരു പ്രത്യേക വാട്ടർ പ്രൂഫ് മെംബ്രെയിൻ വിരിച്ചു. കാരണം ഈ ദ്വീപ് ചുറ്റും കടലാണ്. വരാനിരിക്കുന്ന 100 വർഷത്തോളം ഉപ്പുവെള്ളം താഴെ നിന്ന് മുകളിലേക്ക് കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. ആ വെള്ളം കെട്ടിടത്തിന്റെ അടിത്തറയിലേക്ക് എത്താതിരിക്കാനാണ് ഈ സംരക്ഷണ പാളി. ഇപ്പോൾ റാഫ്റ്റ് ഫൗണ്ടേഷന്റെ രൂപം വ്യക്തമായി കാണാൻ തുടങ്ങി. മരവും സ്റ്റീലും ഉപയോഗിച്ച് വലിയ ഫോം വർക്ക് തയ്യാറാക്കി. തുടർന്ന് 100 കണക്കിന് തൊഴിലാളികൾ ഒരുമിച്ച് സ്റ്റീൽ കമ്പികൾ കെട്ടിത്തുടങ്ങി. മുഴുവൻ ദ്വീപും ഒരു ഭീമൻ സ്റ്റീൽ വലയമായി മാറുകയായിരുന്നു. ഓരോ പൈലിന്റെയും മുകൾ ഭാഗം സ്റ്റീൽ റീബാർ ഉപയോഗിച്ച് ഈ വലയവുമായി ബന്ധിപ്പിച്ചു. അതായത് ഒരു പൈലല്ല, 230 പൈലുകളും ചേർന്നാണ് കെട്ടിടത്തിന്റെ മുഴുവൻ ഭാരം ഏറ്റെടുക്കുന്നത്. ഓരോ കെട്ടും ഓരോ ബന്ധിപ്പിക്കലും യന്ത്രങ്ങളല്ല, മനുഷ്യരുടെ കൈകളാൽ തന്നെയായിരുന്നു. മാസങ്ങളുടെ തയ്യാറെടുപ്പിനൊടുവിൽ ഏറ്റവും നിർണായകമായ ദിവസമെത്തി. കോൺക്രീറ്റ് ഒഴിക്കൽ ആരംഭിച്ചു. പക്ഷേ ഇത് സാധാരണ ഒരു കോൺക്രീറ്റ് ജോലിയായിരുന്നില്ല.
ഏകദേശം 70,000 ഘനമീറ്റർ കോൺക്രീറ്റ് ഒരു തുടർച്ചയായ പ്രവർത്തനത്തിലൂടെ ഒഴിക്കേണ്ടതായിരുന്നു. ജോലി തുടങ്ങിക്കഴിഞ്ഞാൽ നിർത്താൻ പാടില്ല. കാരണം ഇടയിൽ ഒരു ഇടവേള വന്നാൽ 2 കോൺക്രീറ്റ് പാളികൾക്കിടയിൽ ഒരു ദുർബല ഭാഗം രൂപപ്പെടും. എഞ്ചിനീയറിംഗിൽ അതിനെ കോൾഡ് ജോയിന്റ് എന്നാണ് വിളിക്കുന്നത്. ഭാവിയിൽ അത് മുഴുവൻ കെട്ടിടത്തെയും അപകടത്തിലാക്കും. അതുകൊണ്ട് രാവും പകലും ഷിഫ്റ്റ് മാറി മാറി കോൺക്രീറ്റ് ട്രക്കുകൾ തുടർച്ചയായി എത്തിക്കൊണ്ടിരുന്നു. കോൺക്രീറ്റ് ഒഴിച്ച ഓരോ ഭാഗത്തും ശക്തമായ വൈബ്രേറ്ററുകൾ ഉപയോഗിച്ചു. അതിനുള്ളിലെ വായുകുമിളകൾ പുറത്താക്കാൻ. ഒരു ചെറിയ ശൂന്യസ്ഥലം പോലും ഭാവിയിൽ വലിയ വിള്ളലായി മാറാം. അതുകൊണ്ട് ഓരോ സെന്റിമീറ്ററും അതീവ ശ്രദ്ധയോടെ പരിശോധിച്ചു. കോൺക്രീറ്റിന്റെ മുകൾ ഭാഗം ലേസർ നിയന്ത്രിത ഉപകരണങ്ങൾ ഉപയോഗിച്ച് പൂർണ്ണമായും നിരപ്പാക്കി. കാരണം ഇവിടെ നിന്നാണ് പിന്നീട് ഉയരുന്ന ഓരോ തൂണും ഓരോ നിലയും ആരംഭിക്കുന്നത്. പക്ഷേ മറ്റൊരു വലിയ വെല്ലുവിളി ഇപ്പോഴാണ് ആരംഭിച്ചത്. കോൺക്രീറ്റ് ഉണങ്ങുമ്പോൾ അതിന്റെ ഉള്ളിൽ വലിയ അളവിൽ ചൂടുണ്ടാകും. ഇത്രയും വലിയ ഒരു റാഫ്റ്റിൽ ആ ചൂട് പുറത്തു പോകാതെ കുടുങ്ങിയാൽ അകത്തുനിന്ന് തന്നെ വിള്ളലുകൾ ഉണ്ടാകാം. അതിന് പരിഹാരമായി എഞ്ചിനീയർമാർ കോൺക്രീറ്റിനുള്ളിൽ തന്നെ കൂളിംഗ് പൈപ്പുകൾ സ്ഥാപിച്ചു. ആഴ്ചകളോളം ആ പൈപ്പുകളിലൂടെ തണുത്ത വെള്ളം ഒഴുക്കി. ഓരോ മണിക്കൂറിലും കോൺക്രീറ്റിന്റെ ഉൾഭാഗത്തെ താപനില രേഖപ്പെടുത്തി. അതേസമയം മുകളിലായി നനഞ്ഞ തുണികൾ വിരിച്ച് കോൺക്രീറ്റ് വളരെ വേഗത്തിൽ ഉണങ്ങാതെയും ചുരുങ്ങാതെയും സംരക്ഷിച്ചു. ഒടുവിൽ കടലിന് നടുവിൽ മനുഷ്യർ സൃഷ്ടിച്ച ദ്വീപിന് മുകളിൽ 70,000 ടൺ ഭാരമുള്ള ഭീമൻ കോൺക്രീറ്റ് അടിത്തറ പൂർത്തിയായി. എന്നാൽ ഇതുവരെ ഒരു മതിൽ പോലും ഉയർന്നിട്ടില്ല. ഇതെല്ലാം അടിത്തറ മാത്രം. ഇനി ഈ അടിത്തറയിൽ നിന്ന് ദുബായിയുടെ ആകാശം കീഴടക്കുന്ന ആ ഐതിഹാസിക നിർമ്മിതി ഉയർന്നുവരാൻ പോകുകയാണ്. ഇപ്പോൾ ബുർജ് അൽ അറബിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തിന്റെ നിർമ്മാണം ആരംഭിക്കുകയാണ്. അത് കോൺക്രീറ്റ് കോർ. പുറത്തുനിന്ന് നോക്കുമ്പോൾ ആളുകൾ കാണുന്നത് വെള്ള നിറത്തിലുള്ള മനോഹരമായ രൂപമാണ്. പക്ഷേ ആ കെട്ടിടത്തിന്റെ യഥാർത്ഥ ശക്തി അതിനുള്ളിലെ ഈ കോൺക്രീറ്റ് കോറിലാണ്. ലിഫ്റ്റുകൾ, അടിയന്തര പടികൾ, പ്രധാന സർവീസ് ഷാഫ്റ്റുകൾ, കൂടാതെ കെട്ടിടത്തിൽ വരുന്ന കാറ്റിന്റെ ഭൂരിഭാഗം സമ്മർദ്ദവും ഈ കോറാണ് ഏറ്റുവാങ്ങുന്നത്. അതുകൊണ്ടുതന്നെ നിർമ്മാണത്തിന്റെ ആദ്യഘട്ടം മുതൽ എഞ്ചിനീയർമാർ കോറിന് ഏറ്റവും വലിയ പ്രാധാന്യം നൽകി. ഇതിന് അവർ ഉപയോഗിച്ചത് ജംപ് ഫോം സിസ്റ്റം എന്ന അത്യാധുനിക സാങ്കേതിക വിദ്യയായിരുന്നു. സാധാരണ കെട്ടിടങ്ങളിൽ ഓരോ നിലയും പൂർത്തിയാക്കിയ ശേഷം ഫോം വർക്ക് അഴിച്ചുമാറ്റി വീണ്ടും മുകളിലേക്ക് കൊണ്ടുപോകണം. അതിന് ദിവസങ്ങളെടുക്കും. പക്ഷേ ജംപ് ഫോം അങ്ങനെയല്ല. കോൺക്രീറ്റ് ഉണങ്ങിയ ഉടൻ ഹൈഡ്രോളിക് ജാക്കുകളുടെ സഹായത്തോടെ മുഴുവൻ ഫോം വർക്ക് സ്വയം അടുത്ത നിലയിലേക്ക് ഉയർന്നു പോകും. ഓരോ നില പൂർത്തിയാകുമ്പോഴും ഫോം വർക്ക് വീണ്ടും ഉയരും, വീണ്ടും കോൺക്രീറ്റ് ഒഴിക്കും, വീണ്ടും ഉയരും. ഇങ്ങനെ കെട്ടിടത്തോടൊപ്പം ഫോം വർക്കും ആകാശത്തേക്ക് കയറുകയായിരുന്നു. തൊഴിലാളികളും അതേ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ടാണ് ജോലി ചെയ്തത്. നിലകൾ ഒന്നൊന്നായി ഉയരാൻ തുടങ്ങി. അതോടൊപ്പം മറ്റൊരു സംഘവും ഓരോ നിലയുടെയും ഫ്ലോർ സ്ലാബുകൾ നിർമ്മിക്കുകയായിരുന്നു. ഇതിനായി 18 മീറ്റർ വരെ നീളമുള്ള ഭീമൻ ടേബിൾ ഫോംസ് ഉപയോഗിച്ചു. ഈ ഫോം വർക്കുകൾ ഓരോ തവണയും ക്രെയിൻ ഉപയോഗിച്ച് അടുത്ത നിലയിലേക്ക് ഉയർത്തി. ഇതിലൂടെ ഓരോ നിലയും വളരെ വേഗത്തിൽ നിർമ്മിക്കാൻ കഴിഞ്ഞു. എന്നാൽ ബുർജ് അൽ അറബിന്റെ നിലകൾക്ക് മറ്റൊരു പ്രത്യേകതയുമുണ്ടായിരുന്നു. അവ സാധാരണ കോൺക്രീറ്റ് സ്ലാബുകളായിരുന്നില്ല. പോസ്റ്റ് ടെൻഷൻ കോൺക്രീറ്റ് സ്ലാബ്സ് ആയിരുന്നു. കോൺക്രീറ്റ് ഒഴിക്കുന്നതിന് മുമ്പ് അതിന്റെ ഉള്ളിലൂടെ സ്റ്റീൽ ടെൻഡൻ ഡക്റ്റുകൾ സ്ഥാപിച്ചു. കോൺക്രീറ്റ് പൂർണ്ണമായി ശക്തമായ ശേഷം ആ സ്റ്റീൽ കേബിളുകൾ അതിശക്തമായി വലിച്ചു മുറുക്കി. ഈ പ്രക്രിയയെ പോസ്റ്റ് ടെൻഷനിംഗ് എന്നാണ് വിളിക്കുന്നത്. ഇതിലൂടെ കോൺക്രീറ്റ് എല്ലായ്പ്പോഴും സമ്മർദ്ദത്തിൽ നിലനിൽക്കും. വിള്ളലുകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറയും. കൂടാതെ കുറഞ്ഞ സ്റ്റീലിൽ കൂടുതൽ ശക്തിയുള്ള നിലകൾ നിർമ്മിക്കാനും സാധിക്കും. ഓരോ നിലയും പൂർത്തിയായപ്പോൾ അതേ ഫോം വർക്ക് വീണ്ടും മുകളിലേക്ക്, വീണ്ടും കോൺക്രീറ്റ്, വീണ്ടും ടെൻഡൻ, വീണ്ടും പോസ്റ്റ് ടെൻഷനിംഗ്. ഈ പ്രക്രിയ ഒരിക്കലല്ല 56 തവണ ആവർത്തിച്ചു. അതേസമയം ഭാവിയിൽ പുറത്തുനിന്നുള്ള സ്റ്റീൽ ഫ്രെയിം ഘടിപ്പിക്കാനുള്ള ആങ്കർ പ്ലേറ്റ്സ് ഓരോ നിലയിലും മുൻകൂട്ടി കോൺക്രീറ്റിനുള്ളിൽ സ്ഥാപിച്ചു. കാരണം പിന്നീട് കോൺക്രീറ്റിൽ തുളച്ചാൽ മുഴുവൻ ഘടനയുടെ ശക്തി കുറയും. അതുപോലെ തന്നെ വെള്ളപ്പൈപ്പുകൾ, വൈദ്യുത കേബിളുകൾ
എയർ കണ്ടീഷനിംഗ് ഡക്റ്റുകൾ, എല്ലാം കടന്നു പോകേണ്ട സ്ഥലങ്ങളും മുൻകൂട്ടി ഒരുക്കി. നിർമ്മാണം പകുതിയെത്തിയപ്പോൾ ആകാശത്ത് നിന്ന് നോക്കുന്നവർക്ക് കെട്ടിടത്തിന്റെ രൂപം വ്യക്തമായി കാണാൻ തുടങ്ങി. പ്രസിദ്ധമായ ദൗ കപ്പലിന്റെ പായ പോലെ ഒരു വലിയ വി ആകൃതി. അപ്പോഴും വെള്ള നിറത്തിലുള്ള പുറം തുണി ഘടിപ്പിച്ചിരുന്നില്ല. എന്നാൽ കെട്ടിടത്തിന്റെ ആത്മാവ് ഇതിനോടകം തന്നെ രൂപം കൊണ്ടിരുന്നു. മാസങ്ങൾ പിന്നിട്ടു. ഓരോ നിലയും ഓരോ മീറ്ററും ആകാശത്തേക്ക് ഉയർന്നു. ഒടുവിൽ ഏകദേശം 250 മീറ്റർ ഉയരത്തിൽ അവസാന കോൺക്രീറ്റ് മതിലുകളും പൂർത്തിയായി. അതിനുശേഷം ജംപ് ഫോം അവസാനമായി മുകളിലേക്ക് ഉയർന്നു. വർഷങ്ങളോളം കെട്ടിടത്തോടൊപ്പം സഞ്ചരിച്ച ആ ഫോം വർക്ക് ഇപ്പോൾ തന്റെ ദൗത്യം പൂർത്തിയാക്കി. അത് അഴിച്ചുമാറ്റി. ഇപ്പോൾ കടലിന് നടുവിൽ 321 മീറ്റർ ഉയരത്തിൽ ഒരു ഭീമൻ കോൺക്രീറ്റ് കോർ ഒറ്റയ്ക്ക് തലയുയർത്തി നിൽക്കുകയായിരുന്നു. പുറത്ത് ഇപ്പോഴും സ്റ്റീലില്ല, വെള്ളപ്പായയില്ല, ഗ്ലാസ് ഇല്ല. പക്ഷേ ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ഹോട്ടലിന്റെ ഹൃദയം ഇപ്പോൾ പൂർണ്ണമായി തയ്യാറായിരുന്നു. 321 മീറ്റർ ഉയരത്തിൽ ഭീമൻ കോൺക്രീറ്റ് കോർ ആകാശത്തേക്ക് ഉയർന്നു നിന്നു. പക്ഷേ ഇപ്പോഴും അത് ലോകം ഇന്ന് കാണുന്ന ബുർജൽ അറബ് ആയിരുന്നില്ല. കാരണം ആ കെട്ടിടത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ രൂപം നൽകുന്ന ഭാഗം ഇനിയും നിർമ്മിക്കാനുണ്ടായിരുന്നു. അത് സ്റ്റീൽ എക്സോസ്കെലിറ്റൻ. ഏകദേശം 9000 ടൺ ഭാരമുള്ള ഘടനാപരമായ സ്റ്റീൽ കടൽമാർഗം ബാർജുകളിൽ ദുബായിലെ നിർമ്മാണ സ്ഥലത്തേക്ക് എത്തിച്ചു. ഓരോ സ്റ്റീൽ ബീമും മുൻകൂട്ടി കൃത്യമായ അളവിൽ നിർമ്മിച്ചതായിരുന്നു. 1 മില്ലിമീറ്ററിന്റെ പോലും പിഴവ് 100 കണക്കിന് മീറ്റർ ഉയരത്തിൽ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. അതുകൊണ്ട് ഓരോ ഭാഗവും പലതവണ പരിശോധിച്ച ശേഷമാണ് ഉയർത്തിയത്. വമ്പൻ ക്രെയിനുകൾ ആദ്യത്തെ സ്റ്റീൽ ബീം പതിയെ ആകാശത്തേക്ക് ഉയർത്തി. താഴെ അറബിക്കടലിന്റെ തിരമാലകൾ, മുകളിൽ ശക്തമായ കാറ്റ്. ഇതിനിടയിൽ 100 കണക്കിന് മീറ്റർ ഉയരത്തിൽ നിന്നുകൊണ്ട് തൊഴിലാളികൾ ആ ബീം കോൺക്രീറ്റ് കോറിൽ മുൻകൂട്ടി സ്ഥാപിച്ചിരുന്ന ആങ്കർ പ്ലേറ്റ്സിലേക്ക് ബോൾട്ടുകൾ ഉപയോഗിച്ച് ഉറപ്പിച്ചു. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഈ സ്റ്റീൽ ഫ്രെയിം വെറും ഭംഗിക്കായി ഘടിപ്പിച്ചതല്ല, കെട്ടിടത്തിന്റെ ഘടനയുടെ ഭാഗം തന്നെയായിരുന്നു അത്. അറബിക്കടലിൽ നിന്ന് വീശിയെത്തുന്ന അതിശക്തമായ കാറ്റിന്റെ സമ്മർദ്ദം ഈ എക്സോസ്കെലിറ്റൻ ഏറ്റുവാങ്ങുകയും മുഴുവൻ കെട്ടിടത്തിലുടനീളം വിതരണം ചെയ്യുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഓരോ ബോൾട്ടും ഓരോ സ്റ്റീൽ ജോയിന്റും ജീവൻ പോലെ വിലപ്പെട്ടതായി. സ്റ്റീൽ ഫ്രെയിം പതിയെ മുകളിലേക്ക് വളർന്നു. അതിനിടയിൽ വലിയ ഡയഗണൽ ക്രോസ് ബ്രേസിങ്ങുകളും ഘടിപ്പിച്ചു. ഇവ കെട്ടിടത്തെ വശങ്ങളിലേക്ക് ആടുന്നതിൽ നിന്ന് സംരക്ഷിക്കുന്നു. 300 മീറ്റർ ഉയരത്തിൽ കാറ്റിന്റെ ശക്തി ഭൂമിയിലേതിനേക്കാൾ പല മടങ്ങാണ്. അത്തരം സാഹചര്യങ്ങളിലും കെട്ടിടം സ്ഥിരതയോടെ നിൽക്കണമെങ്കിൽ ഈ ബ്രേസിങ്ങുകൾ അനിവാര്യമാണ്. 2 തൊഴിലാളികൾ ബ്രേസിന്റെ രണ്ടറ്റത്തും നിന്ന് ഒരേ സമയം ബോൾട്ടുകൾ മുറുക്കും. ഓരോ ബ്രേസും ഘടിപ്പിക്കുമ്പോൾ കെട്ടിടത്തിന്റെ കടുത്ത് വീണ്ടും വർദ്ധിച്ചു. ഇതിനിടയിൽ മറ്റൊരു അതിശയിപ്പിക്കുന്ന നിർമ്മാണവും പുരോഗമിക്കുകയായിരുന്നു. അൽ മുന്തഹ റെസ്റ്റോറന്റ്. കടലിനു മുകളിൽ ഏകദേശം 200 മീറ്റർ ഉയരത്തിൽ കെട്ടിടത്തിൽ നിന്ന് 27 മീറ്റർ പുറത്തേക്ക് നീണ്ടുനിൽക്കുന്ന കാൻഡിലീവർ ഘടന. താഴെ നോക്കിയാൽ ഭൂമിയില്ല, കടൽ മാത്രം. എന്നിട്ടും ആ റെസ്റ്റോറന്റ് വായുവിൽ തൂങ്ങി നിൽക്കുന്നതുപോലെ തോന്നും. എന്നാൽ എഞ്ചിനീയറിംഗിന്റെ കണക്കുകൂട്ടലുകൾ അതീവ കൃത്യമായിരുന്നു. ഓരോ സ്റ്റീൽ ബീമും ആയിരക്കണക്കിന് കിലോഗ്രാം ഭാരം താങ്ങാൻ രൂപകൽപ്പന ചെയ്തതായിരുന്നു. അതിനുശേഷം ലോകപ്രശസ്തമായ മറ്റൊരു ഭാഗത്തിന്റെ നിർമ്മാണം ആരംഭിച്ചു. ഹെലിപാഡ്. നില 59-ൽ കടൽനിരപ്പിൽ നിന്ന് ഏകദേശം 210 മീറ്റർ ഉയരത്തിൽ ആദ്യം വൃത്താകൃതിയിലുള്ള പ്രധാന സ്റ്റീൽ റിംഗ് സ്ഥാപിച്ചു. അതിനുശേഷം റേഡിയൽ ബീമുകൾ ഒന്നൊന്നായി അതിലേക്ക് ഘടിപ്പിച്ചു. അവയുടെ മുകളിൽ സ്റ്റീൽ ഡെക്ക് പ്ലേറ്റുകൾ ഉറപ്പിച്ചു. അവസാനം ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യുന്ന വൃത്താകൃതിയിലുള്ള അടയാളം വരച്ചു. ഇന്ന് ലോകം മുഴുവൻ അറിയുന്ന ആ ഹെലിപാഡാണിത്. എന്നാൽ അതിനു മുമ്പ് ഈ പ്ലാറ്റ്ഫോമിലെ ഓരോ ബോൾട്ടും 100 കണക്കിന് മീറ്റർ ഉയരത്തിൽ സുരക്ഷാ ബെൽറ്റ് മാത്രം ധരിച്ച തൊഴിലാളികളുടെ കൈകളാൽ മുറുക്കിയതായിരുന്നു. അവരുടെ അധ്വാനമാണ് ഇന്ന് ലോകം വിസ്മയത്തോടെ നോക്കുന്ന ഈ അത്ഭുതത്തിന്റെ യഥാർത്ഥ അടിത്തറ. സ്റ്റീൽ ഫ്രെയിം പൂർത്തിയായപ്പോൾ ആകാശത്ത് നിന്ന് നോക്കുമ്പോൾ കെട്ടിടത്തിന്റെ പ്രശസ്തമായ ദൗ പായയുടെ രൂപം വ്യക്തമായി കാണാൻ തുടങ്ങി. എന്നാൽ ഇപ്പോഴും ഒരു കാര്യം ബാക്കിയായിരുന്നു. ആ വെള്ള നിറത്തിലുള്ള തിളങ്ങുന്ന പുറംഭാഗം. ബുർജൽ അറബിനെ ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഹോട്ടലുകളിലൊന്നാക്കി മാറ്റിയ ആ ഐതിഹാസിക വെള്ളപ്പായ. അടുത്ത ഘട്ടത്തിൽ ആ പായ ഘടിപ്പിക്കുന്നതോടെ
ഈ കെട്ടിടം ലോകം ഒരിക്കലും മറക്കാത്ത ഒരു പ്രതീകമായി മാറാൻ പോകുകയായിരുന്നു. ഇപ്പോൾ ബുർജ് അൽ അറബ് അതിന്റെ യഥാർത്ഥ മുഖം നേടാൻ പോകുകയാണ്. ലോകം ഇന്ന് കാണുന്ന ആ വെള്ള നിറത്തിലുള്ള ഭീമൻ പായ, അതാണ് ഇനി ഈ സ്റ്റീൽ ഘടനയ്ക്ക് മുകളിലേക്ക് ഉയരുന്നത്. പക്ഷേ അത് സാധാരണ ഒരു തുണിയായിരുന്നില്ല. പ്രത്യേകമായി നിർമ്മിച്ച PTFE കോട്ടിംഗ് ചെയ്ത ഫൈബർ ഗ്ലാസ് മെംബ്രെയിൻ ആയിരുന്നു അത്. 2 വശങ്ങളിലും ടെഫ്ലോൺ പൂശിയ ഈ മെറ്റീരിയൽ ഗൾഫിലെ കടുത്ത ചൂടും ഉപ്പുകാറ്റും മണൽക്കാറ്റും പതിറ്റാണ്ടുകളോളം അതിജീവിക്കാനാണ് രൂപകൽപ്പന ചെയ്തത്. 50 ഡിഗ്രി സെൽഷ്യസിന് മുകളിലുള്ള ചൂടിലും അതിന്റെ ശക്തി കുറയരുത്. അതായിരുന്നു എഞ്ചിനീയർമാരുടെ ലക്ഷ്യം. കെട്ടിടത്തിന്റെ വളഞ്ഞ രൂപം കാരണം ഒരൊറ്റ പാനലും മറ്റൊന്നിനോട് ഒരുപോലെയായിരുന്നില്ല. ഓരോ പാനലും കമ്പ്യൂട്ടർ കണക്കുകൂട്ടലുകളുടെ അടിസ്ഥാനത്തിൽ പ്രത്യേകമായി മുറിച്ചാണ് നിർമ്മിച്ചത്. അതിനുശേഷം ഓരോ പാനലിന്റെയും അരികുകളിൽ പ്രത്യേക സ്റ്റീൽ ഫിറ്റിംഗുകൾ ഘടിപ്പിച്ചു. കാരണം ഈ തുണി വെറും തൂക്കിയിടുന്നതല്ല, അത് അതിശക്തമായ വലിച്ചുനീട്ടലിലൂടെ സ്റ്റീൽ ഫ്രെയിമിൽ മുറുകെ പിടിപ്പിക്കണം. അവസാനം ആദ്യത്തെ പാനൽ മുകളിലേക്ക് ഉയർന്നു. 100 കണക്കിന് മീറ്റർ ഉയരത്തിൽ തൊഴിലാളികൾ അത് പതുക്കെ തുറന്ന് സ്റ്റീൽ ഫ്രെയിമിൽ ഘടിപ്പിക്കാൻ തുടങ്ങി. വെള്ള നിറത്തിലുള്ള ആ തുണി ആദ്യമായി കെട്ടിടത്തിൽ വിരിഞ്ഞ നിമിഷം ബുർജ് അൽ അറബിന്റെ പ്രശസ്തമായ രൂപം തെളിയാൻ തുടങ്ങി. ഓരോ കോണിലും പ്രത്യേക ടേൺ ബക്കിൾസ് ഉപയോഗിച്ച് പാനലുകൾ കൂടുതൽ മുറുക്കി. ഒരു ചെറിയ അയവ് പോലും പാടില്ല. കാരണം ഗൾഫിലെ ശക്തമായ കാറ്റിൽ അയഞ്ഞ ഒരു പാനൽ തുടർച്ചയായി വിറച്ചാൽ അത് വളരെ വേഗം കേടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഓരോ പാനലിന്റെയും മുറുക്കം വീണ്ടും പരിശോധിച്ചു. പതിയെ ഓരോ പാനലും ഒന്നൊന്നായി മുകളിലേക്ക് കയറി. താഴെ ഭാഗം ഇതിനോടകം പൂർത്തിയായി. മുകളിൽ ഇനിയും സ്റ്റീൽ മാത്രം. അങ്ങനെ കെട്ടിടം ഓരോ ദിവസവും പുതിയ രൂപം കൈവരിച്ചു. വടക്കുഭാഗത്തുള്ള ഭീമൻ ആഡ്രിയത്തിനായി ഇരട്ട പാളികളുള്ള പ്രത്യേക മെംബ്രെയിൻ പാനലുകളും ഘടിപ്പിച്ചു. ഇവ നേരിട്ടുള്ള സൂര്യപ്രകാശം അകത്തേക്ക് കടക്കുന്നത് കുറയ്ക്കുകയും അതേസമയം പ്രകൃതി വെളിച്ചം അകത്തേക്ക് പ്രവേശിക്കാൻ അനുവദിക്കുകയും ചെയ്തു. അവസാനം 321 മീറ്റർ ഉയരത്തിൽ അവസാന പാനലും ഘടിപ്പിച്ചു. 1993 ഒരു പേപ്പറിൽ വരച്ച ടോം റൈറ്റിന്റെ സ്വപ്നം ഇപ്പോൾ യാഥാർത്ഥ്യമായി. ഷെയ്ഖ് മുഹമ്മദ് ആഗ്രഹിച്ചിരുന്ന ആ പ്രതീകം ആദ്യമായി ദുബായിയുടെ ആകാശരേഖയിൽ തെളിഞ്ഞു. രാത്രിയായപ്പോൾ മറ്റൊരു അത്ഭുതം സംഭവിച്ചു. അകത്തുള്ള പ്രകാശം ഈ വെള്ള മെംബ്രെയിനിലൂടെ പുറത്തേക്ക് പരന്നു. മുഴുവൻ കെട്ടിടവും ഒരു ഭീമൻ വിളക്കുപോലെ തിളങ്ങാൻ തുടങ്ങി. പകൽ ഒരു പായ്ക്കപ്പലിന്റെ രൂപം, രാത്രി പ്രകാശം നിറഞ്ഞ ഒരു ശില്പം. ഒരേയൊരു മെറ്റീരിയൽ, 2 വ്യത്യസ്ത അനുഭവങ്ങൾ. അതായിരുന്നു ഈ ഡിസൈനിന്റെ ഏറ്റവും വലിയ വിജയം. പുറത്തെ നിർമ്മാണം പൂർത്തിയായപ്പോൾ ശ്രദ്ധ മുഴുവൻ അകത്തേക്ക് തിരിഞ്ഞു. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള ഹോട്ടൽ ആട്രിയങ്ങളിലൊന്നായ 180 മീറ്റർ ഉയരമുള്ള ആട്രിയം രൂപം കൊള്ളാൻ തുടങ്ങി. താഴെ നിന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ അത് ഒരു കെട്ടിടത്തിനുള്ളിൽ നിൽക്കുന്നത് പോലെയല്ല, പ്രകാശം നിറഞ്ഞ് ഒരു ഭീമൻ ഗോപുരത്തിനുള്ളിൽ നിൽക്കുന്നത് പോലെയാണ് അനുഭവം. ഗ്ലാസ് ലിഫ്റ്റുകൾ ഒരേ സമയം പല നിലകളിലൂടെ സഞ്ചരിക്കാൻ തയ്യാറായി. ഓരോ കോളത്തിനുമേൽ 22 കാരറ്റ് സ്വർണ്ണ ഇലകൾ അതീവ ശ്രദ്ധയോടെ പതിച്ചു. വിരലുകൾ കൊണ്ടുപോലും നേരിട്ട് പിടിക്കാൻ പറ്റാത്തത്ര നേർത്ത സ്വർണ്ണത്താളുകൾ പ്രത്യേക ബ്രഷുകൾ ഉപയോഗിച്ചാണ് ഒട്ടിച്ചത്. ലോബിയിൽ ലോകപ്രശസ്തമായ കരാറ മാർബിൾ സ്ഥാപിച്ചു. ഓരോ മാർബിൾ സ്ലാബിലെയും സ്വാഭാവിക വരകൾ അടുത്ത സ്ലാബുമായി കൃത്യമായി പൊരുത്തപ്പെടുന്ന രീതിയിലാണ് ഘടിപ്പിച്ചത്. ഇവിടെ ഒരു കാര്യം മാത്രം വ്യക്തമായിരുന്നു: ഈ ഹോട്ടൽ നിർമ്മിച്ചവർ ഒരു കെട്ടിടമല്ല നിർമ്മിച്ചത്, ഓരോ ഇഞ്ചും ഒരു കലാസൃഷ്ടിയായി മാറ്റുകയായിരുന്നു. ഇപ്പോൾ നിർമ്മാണത്തിന്റെ അവസാന ഘട്ടം ആരംഭിക്കുകയായിരുന്നു. ഹോട്ടലിലെ ഏറ്റവും ആഡംബരമുള്ള റോയൽ സ്യൂട്ടുകൾ ഒന്നൊന്നായി പൂർത്തിയാകാൻ തുടങ്ങി. ഓരോ ബാത്റൂമിന്റെയും ചുവരുകളിൽ ബ്രസീലിൽ നിന്ന് കൊണ്ടുവന്ന അപൂർവമായ ഗ്രീൻ മാർബിൾ സ്ഥാപിച്ചു. ഓരോ കല്ലിലെയും സ്വാഭാവിക വരകൾ അടുത്ത കല്ലുമായി കൃത്യമായി പൊരുത്തപ്പെടുന്ന രീതിയിലാണ് ഘടിപ്പിച്ചത്. തുടർന്ന് ഈ ഹോട്ടലിന്റെ ഏറ്റവും പ്രശസ്തമായ അലങ്കാരങ്ങളിലൊന്നായ 24 കാരറ്റ് സ്വർണ്ണ ഇലകൾ പതിപ്പിക്കുന്ന ജോലി ആരംഭിച്ചു. ചെറിയൊരു തപാൽ സ്റ്റാമ്പിന്റെ വലിപ്പം മാത്രം വരുന്ന ഓരോ സ്വർണ്ണത്താളും കൈകൊണ്ട് സൂക്ഷ്മമായി ഒട്ടിച്ചു. മൊത്തത്തിൽ ഏകദേശം 1790 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ
സ്വർണ്ണ ഇലകൾ ഉപയോഗിച്ചു. അതിനുശേഷം അറബ് ജ്യോതിശാസ്ത്രത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട മൊസൈക്ക് ഡിസൈനുകൾ ഓരോ ടൈലും പ്രത്യേകം കൈകൊണ്ട് ഘടിപ്പിച്ചു. അതേസമയം 200 മീറ്റർ ഉയരത്തിലുള്ള അൽ മുന്തഹ റെസ്റ്റോറന്റിലെ അടുക്കള ഉപകരണങ്ങൾ ഭീമൻ ക്രെയിനുകൾ ഉപയോഗിച്ച് അകത്തേക്കുയർത്തി. ഓരോ ഉപകരണവും ശക്തമായി ബോൾട്ട് ചെയ്ത് ഉറപ്പിച്ചു. കാരണം ഇത്രയും ഉയരത്തിൽ ഒരു ചെറിയ ചലനം പോലും അനുവദിക്കാനാവില്ല. അതിനുശേഷം ഗ്ലാസ് ലിഫ്റ്റുകളുടെ പരീക്ഷണം ആരംഭിച്ചു. ലോബിയിൽ നിന്ന് ഏറ്റവും മുകളിലെ നില വരെ ഓരോ ലിഫ്റ്റും വീണ്ടും വീണ്ടും ഓടിച്ചു പരിശോധിച്ചു. യാത്രക്കാർ കയറുന്നതിനു മുമ്പ് ആയിരക്കണക്കിന് പരീക്ഷണങ്ങൾ പൂർത്തിയാക്കി. ലോബിയിലെ പ്രശസ്തമായ ജലധാരയും പരീക്ഷിച്ചു. 42 മീറ്റർ ഉയരത്തിലേക്ക് വെള്ളമുയരുന്ന ആ ഫൗണ്ടൻ ഓരോ തവണയും കൃത്യമായ ഉയരത്തിലെത്തുന്നുണ്ടോ എന്ന് എഞ്ചിനീയർമാർ ഉറപ്പാക്കി. ഇപ്പോൾ ഒരു കാര്യം മാത്രം ബാക്കിയായിരുന്നു. ദുബായുമായി ഈ ദ്വീപിനെ ബന്ധിപ്പിക്കുന്ന പാലം. ഏകദേശം 280 മീറ്റർ നീളമുള്ള ആ സ്വകാര്യ പാലം ഭാഗമായി നിർമ്മിച്ചു. റോഡ് വിരിച്ചു, സുരക്ഷാ ബാരിയറുകൾ സ്ഥാപിച്ചു, ലൈറ്റിംഗ് സംവിധാനങ്ങൾ പൂർത്തിയാക്കി. ആ നിമിഷത്തോടെ കടലിൽ ജനിച്ച ഈ കൃത്രിമ ദ്വീപ് ആദ്യമായി ദുബായുമായി കരമാർഗം ബന്ധിപ്പിക്കപ്പെട്ടു. അതിനുശേഷം മുഴുവൻ കെട്ടിടത്തിലും അവസാനഘട്ട പരിശോധനകൾ ആരംഭിച്ചു. ഓരോ സ്പ്രിംഗ്ലറും പരിശോധിച്ചു, ഓരോ ഫയർ ഡാമ്പറും പ്രവർത്തിപ്പിച്ചു, ഓരോ ഇലക്ട്രിക്കൽ സിസ്റ്റവും, ഓരോ എയർ കണ്ടീഷനിംഗ് യൂണിറ്റും, ഓരോ സുരക്ഷാ സംവിധാനവും വീണ്ടും വീണ്ടും പരീക്ഷിച്ചു. പുറത്തുള്ള സ്റ്റീൽ ഫ്രെയിമിൽ ലൈറ്റുകൾ ഘടിപ്പിച്ചു. രാത്രിയായപ്പോൾ ബുർജ് അൽ അറബ് ആദ്യമായി പൂർണ്ണ പ്രകാശത്തിൽ തിളങ്ങി. അതിനുശേഷം പ്രത്യേക പരിശീലനം നേടിയ തൊഴിലാളികൾ 321 മീറ്റർ ഉയരത്തിൽ നിന്ന് കയറുകൾ ഉപയോഗിച്ച് താഴേക്കിറങ്ങി മുഴുവൻ വെള്ളപ്പായയും വൃത്തിയാക്കി. നിർമ്മാണകാലത്ത് അടിഞ്ഞ പൊടിയും അഴുക്കും പൂർണ്ണമായും നീക്കം ചെയ്തു. അവസാനമായി ഓരോ മുറിയും പരിശോധിച്ചു. ആയിരക്കണക്കിന് ചെറിയ പിഴവുകൾ രേഖപ്പെടുത്തി. ഓരോന്നും തിരുത്തി. ഒരു മുറി പോലും പരിശോധനയില്ലാതെ വിട്ടില്ല. ഒടുവിൽ 1999 ഡിസംബർ 1, 5 വർഷത്തെ അധ്വാനം, ഏകദേശം $1 ബില്യൺ ചെലവ്, 2000-ലധികം തൊഴിലാളികളുടെ പരിശ്രമം, എല്ലാത്തിനും വിരാമമായി. ബുർജ് അൽ അറബ് ഔദ്യോഗികമായി ലോകത്തിനു മുന്നിൽ വാതിൽ തുറന്നു. 321 മീറ്റർ ഉയരം, 230 കോൺക്രീറ്റ് പൈലുകൾ, 70,000 ഘനമീറ്റർ കോൺക്രീറ്റ്, 9,000 ടൺ സ്റ്റീൽ. കടലിൽ നിന്ന് മനുഷ്യൻ സൃഷ്ടിച്ച ഒരു ദ്വീപ്, അതിനു മുകളിൽ ഉയർന്ന ഒരു അത്ഭുത നിർമ്മിതി. പിന്നീട് ഈ ഹെലിപാഡിൽ ലോകപ്രശസ്ത ടെന്നീസ് താരം റോജർ ഫെഡറർ ടെന്നീസ് കളിച്ചു. ഗോൾഫ് ഇതിഹാസം ടൈഗർ വുഡ്സ് ഇവിടെ നിന്ന് ഗോൾഫ് പന്തടിച്ചു. ഈ കാഴ്ചകൾ ലോകമെമ്പാടും പ്രചരിച്ചതോടെ ബുർജ് അൽ അറബ് ഒരു ഹോട്ടൽ മാത്രമല്ല, ദുബായുടെ പ്രതീകമായി മാറി. ഇന്ന് ദുബായുടെ സ്കൈലൈൻ എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിലെത്തുന്ന ചിത്രം ഇതാണ്. എന്നാൽ ഈ അത്ഭുതത്തിന്റെ യഥാർത്ഥ കഥ സ്വർണവും ആഡംബരവുമല്ല. അത് കടലില്ലാതെ ഭൂമി സൃഷ്ടിച്ച എഞ്ചിനീയർമാരുടെ ധൈര്യമാണ്. ആയിരക്കണക്കിന് തൊഴിലാളികളുടെ വിയർപ്പാണ്. ഓരോ പൈലും, ഓരോ കോൺക്രീറ്റ് ഒഴുക്കും, ഓരോ സ്റ്റീൽ ബോൾട്ടും, ഓരോ ചെറിയ ഘട്ടവും ചേർന്നാണ് ലോകം ഇന്നും വിസ്മയത്തോടെ നോക്കുന്ന ഈ ഐതിഹാസിക നിർമ്മിതി ജനിച്ചത്. ബുർജ് അൽ അറബ് കടലിൽ നിന്ന് ഉയർന്ന ഒരു കെട്ടിടം മാത്രമല്ല, മനുഷ്യന്റെ സങ്കല്പശക്തിക്കും എഞ്ചിനീയറിംഗിനും അധ്വാനത്തിനും ജീവിക്കുന്ന ഒരു സ്മാരകമാണ് അത്. ഒരു കെട്ടിടം നിർമ്മിക്കാൻ സാധാരണയായി ഭൂമി മതി. പക്ഷേ ബുർജ് അൽ അറബിന്റെ കഥയിൽ ആദ്യം ഭൂമി തന്നെ നിർമ്മിക്കേണ്ടി വന്നു. അസാധ്യമെന്ന് ലോകം കരുതിയ ഒരു സ്വപ്നം സാധ്യമാക്കിയ മനുഷ്യരുടെ കഥയാണ്. ഇന്ന് ദുബായുടെ ആകാശരേഖയെ നിർവചിക്കുന്നത് ബുർജ് അൽ അറബാണ്. ലോകത്തോകത്തിന്റെ ഏത് ഭാഗത്തു നിന്നും ആരെങ്കിലും ഈ രൂപം കണ്ടാൽ അവരുടെ മനസ്സിൽ ആദ്യം തെളിയുന്ന പേര് ദുബായ്. അതാണ് ഈ കെട്ടിടത്തിന്റെ ഏറ്റവും വലിയ വിജയം. ബുർജ് അൽ അറബ് ഒരു ഹോട്ടൽ മാത്രമല്ല, മനുഷ്യന്റെ സങ്കല്പശക്തിക്കും എഞ്ചിനീയറിംഗിനും അധ്വാനത്തിനും ലോകം ഇന്നും ആദരവോടെ നോക്കുന്ന ഒരു സ്മാരകമാണ്. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ബിലീവർ മീഡിയ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.